ഇടുക്കി തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനമേറ്റ് കോലഞ്ചേരി ആശുപത്രിയിൽ കഴിയുന്ന 7 വയസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ. തലച്ചോറിലെ രക്തയോട്ടം നിലച്ചുവെന്നും വെന്റിലേറ്ററിലാണ് കുട്ടിയെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അരുൺ ആനന്ദിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. അരുൺ ആനന്ദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ക്രൂരമർദ്ദനമേറ്റ കുട്ടിയുടെ മുത്തശ്ശിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാനച്ഛനെതിരെ തൊടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുട്ടിയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്, ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. കുട്ടിയുടെ അമ്മയുടെ മൊഴി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നവംബർ തുടങ്ങിയിട്ടാണ്, ഇത് രണ്ടാനച്ഛനാണ്. കഴിഞ്ഞ നവംബർ മുതലാണ് ഇവർ ഒന്നിച്ച് താമസം തുടങ്ങിയിട്ടുള്ളത്. അന്ന് തുടങ്ങിയ ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഈ സംഭവം ഇന്നലെ പുലർച്ചെ ഒരു 3 മണിയോട് കൂടിയിട്ടാണ് കുട്ടിയെ അയാളിങ്ങനെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ കുട്ടി ഇന്നലെ പുലർച്ചെ ബെഡിൽ യൂറിനേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ കുട്ടിയല്ല ഇളയ കുട്ടി. അപ്പോൾ മൂത്ത കുട്ടിയാണ് അവനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ചുമതല അവരാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ഇതിൽ പ്രകോപനമായിട്ടാണ് ഇയാൾ ഇങ്ങനെ കുട്ടിയെ ഉപദ്രവിച്ചത്. ഇല്ല, ആദ്യം തന്നെ ചവിട്ടുക ചെയ്തത്. പിന്നെ താഴ്ത്ത് വീണ കുട്ടിയെ ബെഡിലേക്ക് എടുത്തിടുകയും പിന്നെ വലിച്ചെറിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഒരു ഷെൽഫിൻ്റെ ഇടയിലേക്ക് വീണിട്ട് ഈ കുട്ടിക്ക് തലയ്ക്ക് അത്ര പരിക്ക് പറ്റാനിടയത്. ആ വലിച്ചെറിയലിലാണ് പറ്റിയത്. കുട്ടിക്ക് ചികിത്സ സഹായം നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. സംഭവത്തിൽ മുഖ്യമന്ത്രി ഇടുക്കി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ 7 വയസ്സുകാരന്റെ വയറിനും ഹൃദയത്തിനും ഉൾപ്പെടെ ശരീരത്തിന്റെ 20ലേറെ ഭാഗങ്ങളിൽ ഗുരുതര പരിക്കുണ്ട്. 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ് കുട്ടി. സ്കാൻ എടുത്തു. നമുക്ക് തലച്ചോറിന്റെ രക്തയോട്ടം ഏതാണ്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ രോഗി പൂർണ്ണമായിട്ട് വെന്റിലേറ്റർ സഹായത്തിൽ ആണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്കാൻ വളരെ മോശമായ രീതിയിലാണ് കാണുന്നത്. രക്തയോട്ടം നഷ്ടപ്പെട്ട രീതിയിലാണ്. രണ്ടാനച്ഛനാണ് കുട്ടിയെ മാരകമായി മർദ്ദിച്ചതെന്ന മുത്തശ്ശിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ തൊടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 7 വയസ്സുകാരന്റെ സഹോദരൻ 3.5 വയസ്സുകാരൻ ഇയാൾ മർദ്ദിച്ചതായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതർക്ക് മൊഴി നൽകിയിരുന്നു. രണ്ടാനച്ഛൻ മർദ്ദിച്ചതായി ഇളയകുട്ടി പറഞ്ഞതായി അയൽവാസിയും പ്രതികരിച്ചു. വീട്ടിൽ വന്ന് നോക്കുമ്പം ഈ ഇളയകുട്ടി സോഫാ ബെഡിൽ ഇങ്ങനെ കവന്ന് കിടക്കുക. കിടന്ന് തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോന്നു. കാലിട്ട് വിറപ്പിക്കുന്നുണ്ട്. ഉറക്കമായിരുന്നു. കൊച്ചിനെ എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി ഉറക്കി കഴിഞ്ഞാൽ രാവിലെ വീണ്ടും വീട്ടിൽ വന്ന് നോക്കിയപ്പം അവിടെ ഈ വടി ഒടിഞ്ഞതും അങ്ങനെയുള്ള എന്തൊക്കെ സംഭവങ്ങൾ അവരുടെ ബെഡ്റൂമിൽ നടന്നതായിട്ട് കാണുന്നുണ്ട്. രാവിലെ 9 മണി കൊച്ചെണീറ്റു. കുഞ്ഞിക്കൊച്ച് എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടൻ ചത്തു, അച്ഛ തൊഴിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ ചത്തു എന്നൊക്കെ കൊച്ചു പറയുന്നുണ്ട്. 3 വയസ്സുള്ള കൊച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ.